ഇതൊരു രാത്രിയിൽ എടുത്തിട്ടുള്ള ഒരു ബ്ലോഗാണ്. ഒരാൾ വളരെ കോൺസെൻട്രേഷനിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കലാണ്. അപ്പം പുറത്താണെങ്കിൽ നല്ല മഴ പെയ്യുന്നു. ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കലാണ്. നോക്കടാ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു സേമിയോ പായസം റെഡിയാക്കിയതാണ്. ഇന്നത്തെ വിശേഷങ്ങളൊന്നുമില്ല, വെറുതെ വെച്ച സമയത്ത്, ഒരു മഴയുള്ള സമയത്ത് നമ്മൾ ഈ ഒരു പായസം റെഡിയാക്കാമെന്ന് വെച്ചു. അങ്ങനെ വെറുതെ ചെറു പായസമാണ്. ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോയിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് രാവിലത്തതും അതുപോലെ തന്നെ വൈകുന്നേരത്തെയുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് രാവിലത്തെ പുട്ടാക്കി, അതുപോലെ മീൻ പൊരിക്കാൻ വെച്ചു, അതുപോലെ ഇറച്ചിയും പൊരിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മീനും പുളിയിട്ടതൊക്കെ ആക്കി. പിന്നെ ഇത് വൈകുന്നേരത്തെ കുറച്ച് ഭാഗമാണ്. ഇത് വൈകുന്നേരം എന്ന് പറയുമ്പോൾ നമ്മളൊരു ചക്ക പറിക്കാൻ വേണ്ടിയൊക്കെ പോയി. അപ്പോൾ അമ്മ അവിടെ പട്ടീനും കൊണ്ട് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ പോകുന്ന സമയത്ത് ഈ ഒരു പ്ലാവിലുള്ള ഏറ്റവും ലാസ്റ്റത്തെ 2 ചക്കയാണ്. ഇതിൽ കുഞ്ഞുങ്ങൾ പോലെ ഒരു കുഞ്ഞ് 2 ചക്കകളുണ്ട്. അപ്പോൾ ഇതും കൂടെ പറിച്ചാൽ ഈ ഒരു പ്ലാവിൻ്റെ എല്ലാം ഫിനിഷായി. ഇതിപ്പോൾ നമ്മുടെ വീടാണ്. ആകാശത്ത് ചെറുങ്ങനെ ഒരു ലേശം തെളിഞ്ഞൊരു കാലാവസ്ഥയാണ്. അപ്പം അങ്ങനെ നമ്മൾ ഇത് പറിച്ചിട്ട് ഇവിടെ പുറത്ത് നിൽക്കുന്നതാണ്. പിന്നെ ബഡ് പ്ലാവ് ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് അധിക സമയമായിട്ട് ഈ ചക്ക ഉണ്ടാകുന്നുണ്ട്. പിന്നെ ചക്ക വെക്കുന്ന വീഡിയോ ഒന്നും നമ്മൾ ഇതിനകത്തേക്ക് ഷെയർ ചെയ്യുന്നില്ല, കാരണം ഒരുപാട് പ്രാവശ്യം ഈ ചക്ക പുഴുങ്ങുന്നതിനെ പറ്റിയിട്ടൊക്കെയുള്ള ചെറിയ വീഡിയോസുകൾ ധാരാളം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രാവിലത്തെ ഭാഗം വന്നതാണ്. അപ്പോൾ രാവിലെ ഇതൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചു. മീൻ പുളിയിട്ടതും ചിക്കൻ പൊരിച്ചതും ഒക്കെയാണ് ഇന്നത്തെ രാവിലെ ഉണ്ടായിരുന്നത്. പിന്നെ കർക്കിടകത്തിന് മുമ്പേ മുടി മുറിക്കണമെന്ന് പറയുന്നതുകൊണ്ട് അതിൻ്റെ കുറച്ച് ദിവസം മുമ്പേ എടുത്ത് വെച്ചതാണ് ഈ ഒരു വീഡിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് മുറിക്കണം എന്ന് പറഞ്ഞപ്പോൾ നല്ല രീതിയിൽ ഇത് മുറിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വൈകുന്നേരം ചക്കേൻ്റെ കൂടെ ആക്കാൻ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരു വീഡിയോ എന്ന് പറയുന്നത്. ഇപ്പോൾ ചെറിയൊരു ബ്ലോഗിൽ മാത്രം ഉൾപ്പെടുത്തിയ കുറച്ച് പാചക കാര്യങ്ങളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇത്. ഈ ചിക്കൻ വറക്കുന്ന സമയത്ത് അരിപ്പൊടി കൂടി ആഡ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ ടേസ്റ്റും നല്ല ക്രിസ്പിയുമായിട്ട് ലഭിക്കുന്നുണ്ട്. ഇത്രയൊക്കെയുള്ളൂ ഈ കുഞ്ഞു വീഡിയോസ്.